അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ കണ്ടങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നല്ലോ. സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിനും കാലിനും അല്ലാഹു ആഫിയത്ത് തരട്ടെ. മരിക്കുന്നത് വരെ ഒരാളെ സഹായമില്ല ജീവിക്കാനുള്ള ഭാഗ്യം ഖാലിഖായ പടച്ചറപ്പ് തരട്ടെ. മാംസത്തിൽ വന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. രക്തത്തിൽ വന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. നരമ്പിന് വന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. അവയവങ്ങൾക്ക് വന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. ഷുഗർ കാരണം നമ്മൾ അവയവങ്ങളെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. എനിക്ക് എന്റെ കൂടെ നിങ്ങൾ 3 ഫാത്തിഹ ഓതണം, 5 സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. രോഗം അതൊരു പ്രശ്നമാണ്. രോഗം തമ്മിൽ പരീക്ഷിക്കാതിരിക്കട്ടെ. അപ്പോ ഒരുപാട് ദൂരത്ത് നിന്നില്ലേ വിഷമങ്ങളുള്ളോണ്ടല്ലേ വന്നത്? ആണോ? എല്ലാവരും നിങ്ങൾ വിഷമമുള്ളോണ്ടാ വന്നത്. അല്ലെങ്കിൽ വരുമോ? നിങ്ങൾ വരില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. അല്ല, അത്രയും അവസ്ഥ മൈക്ക് കംപ്ലൈന്റ് ആണോ? എന്റെ ഒച്ച കംപ്ലൈന്റ്? ഇപ്പൊ അതിന് കണ്ണിറക്കിയോ? മൈക്ക് എന്റെ ശബ്ദത്തിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലേ? വെയ്യടോ, തീരെ വെയ്യ. ഡോക്ടറേറ്റ് പോയിട്ട് പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് വരുന്ന അതിനിപ്പോ എന്റെ പ്രശ്നം തീരെ തടികൊണ്ട് വെച്ച. നിങ്ങൾ കണ്ടില്ലേ ഒരു വയറ് വെച്ചത്ര ഒരാളെ കിട്ടുമോ? ഒരു മാസം നമ്മൾ നോട്ടീസൊക്കെ അടിച്ചിട്ട് ഒരു വയറ് നടക്കുന്നത് പറഞ്ഞെങ്കിൽ അനൗൺസ്മെന്റ് എത്ര ആളെ കിട്ടുമോ? കൊടക്കാരന്റെ ഒരു നാമത്തെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പിന്നെ കൂടെ 3 ഫാത്തിഹ ഓതണം, 5 സ്വലാത്തിന്റെ കൂടങ്ങൾ ചൊല്ലണം. അത് 1ാമത്തെ സ്വലാത്ത്. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിൽ തന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. 2ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രോഗം തന്നെ നീ പരീക്ഷിക്കല്ല റബ്ബേ. 3ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് മദീന കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. 4ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫലല് പറയാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. 5ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരുപാട് തിരക്കിന്റെ ഇടയിലും യൂട്യൂബിലൂടെ ഒരുപാട് പേര് നമ്മളെ മജ്‌ലിസ് കാണുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. حبيبنا المصطفى وربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمزة القرار. وإلى حضرة سعد بن معاذ. وإلى حضرة خالد بن الوليد. وإلى حضرة القرنين. وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب البابا. وإلى حضرة كامل متن فريد ولي الله. وإلى حضرة بارامة بابا. وإلى حضرة فاطمة بيبي. وإلى حضرة مرحوم سيد عتكوي تنقل بابا. وإلى حضرة مرحوم سيد مكتوي تنقل بابا. وإلى حضرة بيم سبوكوي تنقل بابا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോരോ ഹർഫിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകരുത്. 5 സ്വലാത്ത് നമ്മൾ ചൊല്ലുക. ആ സ്വലാത്ത് അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കറബേ. ഒരുപാട് വിഷമം ഞങ്ങൾക്കുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, സമാധാനമില്ല റബ്ബേ. എല്ലാത്തിനും പരിഹാരം കാണിച്ചുകൊണ്ട് റബ്ബേ. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم عليك قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. الله സ്വീകരിക്കണം, അല്ലാഹ് കബൂലാക്കണം. അല്ലാഹ് ഈ ഞങ്ങളെ ചൊല്ലിയതും ഞങ്ങളെ ഓതിയതും വായി മടക്കില്ല റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്നമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹന്ന യുവാഫീനാ മുയഖാതി മസീദാ. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صلينا وما سلمناه وهدية وصلاه ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة بالفضيلة والدرجة الرفيعة مكانا محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. أرحم الراحمين ربي ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണമേ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണമല്ല. ഒരുപാട് വിഷമങ്ങളുള്ളവരാ, ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊണ്ടല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈർ നൽകണമല്ല, ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമല്ല. നൂറെ ഹബീബിന്റെ മുത്തുമണികളാണ്, നരകം ഹറാമാക്കണം അല്ലാഹ്, നരകം ഹറാമാക്കണല്ല, സ്വർഗം വാജിബാക്കണല്ല. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമേ. നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണല്ല, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണയല്ല. അല്ലാഹുവേ എന്നും കട്ടപ്പാട് മാത്രമാണ്, എന്നും കണ്ണുനീര് മാത്രമാണ്, എന്നും ദാരിദ്ര്യം മാത്രമാണ്. അതിൽ നിന്ന് മോചനം നൽകണല്ല, അതിൽ നിന്ന് മോചനം നൽകണല്ല. നൂറെ ഹബീബിന്റെ മുത്തുമണികളെ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ല. അല്ലാ ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല.
ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ല. അവരെ കല്ലിനടിമയാക്കല്ല റബ്ബേ, അവരെ കഞ്ചാവിനടിമയാക്കല്ല അല്ല, അവരെ പെണ്ണിനടിമയാക്കല്ല അല്ല, അവരെ ഫോണിനടിമയാക്കല്ല അല്ല. സന്തോഷം നൽകണല്ല, ഞങ്ങളെ വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ല. മക്കൾക്കിടയിൽ സന്തോഷം നൽകണല്ല, മരുമക്കൾക്കിടയിൽ സന്തോഷം നൽകണല്ല, അമ്മായിമ്മമാർക്കിടയിൽ സന്തോഷം നൽകണമല്ല. അല്ലാ, ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഭർത്താക്കന്മാര് പ്രവാസികളാണ്, പേരമക്കള് പ്രവാസികളാണ്. അല്ലാ, മരുമക്കള് പ്രവാസികളാ. ഈ കൂട്ടത്തിൽ പലരും പ്രവാസികളാണ്. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലോ. സമാധാനം നൽകണല്ല, സന്തോഷം നൽകണല്ല, ദാരിദ്ര്യത്തിലല്ല റബ്ബേ, ധാരാളം സമ്പത്ത് നൽകണേ, ധാരാളം സമ്പത്ത് നൽകണല്ല, ധാരാളം സമ്പത്ത് നൽകണല്ല. രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല, രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല, രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല, കടങ്ങളെ തന്നെ പരീക്ഷിക്കല്ല അല്ല. തലയുടെ മുഹൂർത്താൾ മുതൽ കാലിന്റെ പല്ലവരെ രോഗങ്ങളാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണല്ല, നീ ശിഫ നൽകണല്ല, റാഹത്ത് നൽകണല്ല. നീട്ടുന്ന കരങ്ങൾ ആയി മുടക്കില്ല റബ്ബേ. അല്ലാഹ്, നിങ്ങളെ ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരത്തിൽ നിന്ന് ഒരുപാട് ത്യാഗം സഹിച്ചിവിടെ വന്നത് വെറുതെയാക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ നീ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ നീ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ. റാഹത്ത് നൽകണല്ല, സമാധാനം നൽകണല്ല, സന്തോഷം നൽകണമല്ല. അല്ലാഹു, ഒരുപാട് പേര് കല്യാണം ശരിയാകാത്ത ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്. അവർക്ക് ഹൈറായ ഇണത്തുണകളെ നൽകണല്ല, സന്തോഷം നൽകണല്ല, സമാധാനം നൽകണല്ല. വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് അല്ല, സങ്കടങ്ങളെ മാറ്റിക്കൊണ്ട് അല്ല. പട്ടിണി കടത്തല്ല റബ്ബേ, ദാരിദ്ര്യം തരല്ല അല്ല, സന്തോഷം നൽകണല്ല, സമാധാനം നൽകണമല്ല. ആയിരക്കണക്കിന് ആളുകള് യൂട്യൂബിൽ ആമിയെ പറയുന്നുണ്ട്, ആ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണല്ല. കടക്കാരനായി മരിപ്പിക്കല്ല, കടക്കാരനായി മരിപ്പിക്കല്ല. കടങ്ങളെ വീട്ടിൽ കൊണ്ട് റബ്ബേ റാഹത്ത് നൽകണല്ല, മാനസിക രോഗിയാക്കണല്ല, ക്യാൻസർ ശുഭയാക്കണല്ല. അല്ലാഹുവേ, നൂറേ ഹബീബിന്റെ മുത്തമണികൾ സന്തോഷം സമാധാനം നൽകണമല്ല. ഞങ്ങളെ മക്കളെ പഠിപ്പില് ബറക്കത്ത് നൽകണല്ല. ഞങ്ങളെ മക്കളെ കോളേജിൽ പോകുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല, നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. എംഡിഎമ്മിന്റെ അവകാശികളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളും ലഹരി ഉപയോഗിച്ചിട്ട് മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണല്ല, സന്തോഷം നൽകണമല്ല, ബറക്കത്ത് നൽകണല്ല. അല്ലാഹുവേ, ഞങ്ങളത് സ്വീകരിക്കണല്ല. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് മക്കളും മദീനയിൽ കാണാൻ ഭാഗ്യം നൽകണല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. فضل പറയണ്ട. അല്ലാഹു കബൂല. ഫضل പറയാൻ മേബര് ഫضل പറയാൻ വൈ കൊടുത്തേ എല്ലാ സൗന്ദര്യമാനൊക്കെ കലർന്ന് മാറി കൊടുത്തേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ 77 മക്കളെ കല്യാണം കഴിച്ചു വിട്ടിക്കണം. എത്ര? 77 മക്കളെ. ഒരു കുട്ടിനെ കെട്ടിച്ച ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു കുട്ടിനെ അതിന്റെ കഷ്ടപ്പാടൊക്കെ അറിയില്ലേ? എന്റെ 77 മക്കളെ കെട്ടിച്ചു എനിക്കറിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 30-ാം തീയതി 20 കുട്ടികളും കൂടെ വെച്ച് ഓലെ കല്യാണം. എത്ര? ഇപ്പോഴത്തെ കോഴിക്കൾ തട്ടെടുത്തിട്ടോ, കോഴിക്കൾ കാലൂർ തട്ടെടുത്തിട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പിന്നെ ഇങ്ങോട്ട് കേട്ടല്ലോ മോനെ, വണ്ടി ഇങ്ങോട്ട് കേട്ടല്ലോ. എനിക്ക് വരാ വലുത് അവലൊക്കെ പിന്നെ കേട്ടോ. അപ്പോ 77 മക്കള് കെട്ടിച്ചു. 20 കുട്ടികളെ കല്യാണം അടുത്ത മാസം. ഒരാളേക്ക് പോയിട്ടും
ഞാൻ നൂറെ ഹബീബ് തങ്ങളാ, ഞാൻ കുറെ കുട്ടികളെ കെട്ടിക്കുന്നുണ്ട്, ഞാൻ കുറെ ഒറ്റ മക്കളെ നോക്കണ്ടെന്ന് പറഞ്ഞ് ഒരാളേക്ക് പോയി കൈ നീട്ടിട്ടില്ല. കാരണം എന്താ? ആൾക്കാർ വാടിക്കോരി തരിക. എന്താ ആൾക്കാർക്ക് എന്നോട് ദേഷ്യം? വർത്താനം പറയലടോ. ആളുകൾ വാടിക്കോരിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 ഗേറ്റ് പൂട്ടൽ ഇങ്ങോട്ട് വലിച്ചു വന്നിട്ട് പോകും. തമാശ പറയല്ലേ ഞാൻ. ചില സമയത്ത് ചാക്കിലെ പൈസ ഉണ്ടല്ല, ഇപ്പൊ വരുന്ന ചാക്ക് തേങ്ങട്ടോ, ഇപ്പൊ പൈസ ചാക്ക്. ഞാനിവിടെ എത്ര കിട്ടിയാലും വിളിച്ചു പറയും. ഇന്നോട് കുറെ ആൾക്കാർ പറയും, തങ്ങൾ പാപ്പാക്ക് എന്താ ശത്രുക്കളറിയോ? ഈ കിട്ടുന്നത് വിളിച്ചു പറഞ്ഞിട്ടാണ്. നിങ്ങളല്ലേ അല്ലാല്ലേ, നമ്മൾ അല്ലാനെ ബോധിപ്പിക്കണ്ടേ? കിട്ടുന്നത് വിളിച്ചു പറയണ്ടേ? ഇൻഷാ അല്ലാഹ് 20 മക്കളെ കെട്ടിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഈ 20 മക്കൾക്ക് 1 കോടി ഉറുപ്പിക വേണം. എത്ര? 1 കോടി. ഓല സ്വർണം, ഓല ഭക്ഷണം, ഓല വസ്ത്രം. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യം അല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഞാൻ അള്ളാനെ മാത്രമേ പേടിക്കുള്ളൂ. എനിക്ക് മഖലൂക്ക് ഒന്നും ദുനിയാവൊന്നും ചിന്തില്ല, പ്രശ്നമല്ല. അള്ളാഹു സ്വർണ്ണ പൈസ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഇതെന്താ സ്വർണം? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. സ്വർണത്തിലൊക്കെ വില എന്താ നിങ്ങൾക്ക് അറിയില്ലേ? പച്ചപ്പാവങ്ങളെ സാധുക്കൾ അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും അർഹമായ ഫിദർ കൊടുക്കറപ്പേ, ധാരാളം സമ്പത്ത് കൊടുക്കറപ്പേ അല്ലേ? മോൾക്ക് എന്താണ് വിഷയം? മോളൊരു പ്രേമത്തിൽ പെട്ടു, വലിയ വിഷമത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെ ഒഴിവായിട്ടോ, അതൊക്കെ ഒഴിവായി സന്തോഷമാണ് ഇപ്പോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന് കല്യാണം കഴിഞ്ഞാ? കല്യാണം ഉണ്ട്. അള്ളാഹു ധാരാളം സമ്പത്തുള്ള കൊടുക്കട്ടെ. ഉള്ളത് കൈമൊന്ന് ഊരി തന്നിക്ക. തന്റെ മകള് പ്രേമത്തിൽ പെട്ടു, വലിയ വിഷമത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് കൊടക്കാട് നല്ല ബന്ധാണ്. അൽഹംദുലില്ലാഹ് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതൊക്കെ ഒഴിവായി. കല്യാണം സമ്മതിച്ചില്ല, വലിയ വിഷമത്തിൽ കണ്ണീരായിരുന്നു. അതൊക്കെ റാഹത്തായി അള്ളാഹു സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. ഈ മോതിരം നാളെ ആഖിറത്തില് ഉപകാരപ്പെടുന്ന അമൽ അള്ളാഹു സ്വീകരിക്കട്ടെ. തക്ബീറിന് അപ്പ ചൊല്ലുട്ടോ ഇൻഷാ അല്ലാഹ്. ഞാനുള്ളത് ഒരു കട ഉണ്ടോ? ഞാൻ ഫതിൽ പറയാം. ഒരു 7 വർഷം മക്കളുണ്ടായിരുന്നില്ല. പുറക്കാട് വന്നിരുന്നില്ലേ? അൽഹംദുലില്ലാഹ് 7 വർഷത്തിന് ശേഷം അള്ളാഹു ഒരു പൈതലിനെ അല്ല കൊടുത്തു. അതിന് ബദൽ ചാക്കരി, ഒരു ചാക്കരി അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനും ദുനിയാവിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളെ അള്ളാഹു നീണ്ടത് മോനെ കൂട്ടട്ടെ. എന്താ പേരിട്ട്? ഹയാത്തോ? പേരിന് രാവിലെ കുട്ടിക്ക് പേരിട്ടിച്ച് അറിയില്ല. അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ എല്ലാവരും ന്യൂ ജനറേഷനാണ്. അള്ളാഹു നമ്മൾ ആ പഴയ ആമിർ അയാള് അയാന് വെച്ച അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ എന്താണ് എന്തത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഫതിൽ പറയാനില്ലല്ലോ, തക്ബീർ ചൊല്ലിയാണ് ഫതിൽ. ഉമ്മ പറയും ഇവിടെ വന്നോ? മകന് 2 വർഷമായി ഗൾഫില് കുടുങ്ങി കിടക്കുന്നു. ഇവിടെ വന്നു അൽഹംദുലില്ലാഹ്. അപ്പൊ രക്ഷപ്പെട്ടു, റാഹത്തായി, കല്യാണം കഴിഞ്ഞു. അള്ളാഹു പറയും. ഞാൻ ഫതിൽ പറയാനില്ലല്ലോ. റേഷൻ കാർഡ് 4 വർഷമായി ശ്രമിക്കും. ഇപ്പൊ കിട്ടിയോ? ഇവിടെ വന്നീനോ? മാഷാ അല്ലാഹ്. റേഷൻ കാർഡ് 4 കൊല്ലായി തരും. അപ്പൊ എന്താ ഇതിന് മഷിപ്പ്? ഉമ്മ ഇത് ഫതിൽ പറയും. ഉമ്മാടൊന്ന് പറയും. എന്തായിരിക്കണം പൈസ മോൻ കൊടുത്തത്? അള്ളാഹു ബർക്കത്ത്. എല്ലാവരും തക്ബീർ ചൊല്ലാം. അതെന്താ? വാൽവിന് ഇവിടെ വന്നീന്നോ? 2 വട്ടം വന്നില്ലേ? കണ്ണാരൊക്കെ വാൽവിന് എന്തേന്നു? ഇപ്പൊ റാഹത്താണ്. ഒരുപാട് പ്രയാസത്തിൽ വാൽവിന് കംപ്ലൈന്റ് ചെയ്യുന്നു. ഇവിടെ വന്നു അൽഹംദുലില്ലാഹ്. സ്വലാത്തുൽ അനുഗ്രഹം. അതേപോലെ കണ്ണേർ ബാത്തിലാക്കിയില്ലേ? മാഷാ അല്ലാഹ്. അത് ഇപ്പൊ വാൽവിനൊരു കുഴപ്പമില്ല. ഇപ്പൊ ചെറിയ മരുന്നുകളും അതും കൂടെ നിർത്താനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ കേട്ടോ. പക്ഷെ അതിനിതായിരിക്കുള്ള പൈസ ഇഫുള്ള കോളേജ് ഇപ്പൊ ആയിട്ടില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തല്ലേ? ഇത് പിടിച്ചു. ഞാൻ ഇത് പിടിക്കും. ഞാൻ ആർക്കാ? ഞാൻ ഇനി ഫതിൽ പറയല്ലോ. താത്ത പറയാം. ഇവിടെ വന്നതിന് ശേഷം കണ്ണിലെ ബ്ലഡ് ചോപ്പ് കളറാണ് കണ്ടത്. അത് മാറിക്കത് ഇതാണ്.
മാഷാ അല്ലാഹ്. അവിടെ നിന്ന് സലാത്തിന് തന്ന പൈസ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മൂപ്പര കണ്ണിൻ രണ്ടും ബ്ലഡ് ഇറങ്ങിയിട്ടേ വലിയ പ്രയാസത്തിലായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പൊ ചോപ്പൊക്കെ പോയില്ലേ? മാഷാ അല്ലാഹ്. ആക്സിഡന്റിൽ സംഭവിച്ചതാണ്. ആക്സിഡന്റ് സംഭവിച്ചാൽ ഇനി കണ്ണുമ്പാടും കണ്ടു കിട്ടണം. ഇല്ല, 8 ഹോസ്പിറ്റലിൽ കാണിച്ചു. എല്ലാവരും അള്ളാഹു അങ്ങോട്ട് ചെല്ലും. ഒന്ന് ശ്രദ്ധിക്കാതിമാര് ഒന്ന് ശ്രദ്ധിക്കും. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് പാലിക്കൽ പൈസ ഇത് സ്ഥലത്തിന് വേണ്ടി സ്ഥലത്തിന് വന്നത് എരിച്ചു മോനെ 2 സ്ഥലം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി മഞ്ഞപ്പിത്തേന് ലിവറിനെ ബാധിച്ചിരുന്നു. അള്ളാഹു ബർക്കത്ത്. അവിടെ ഇരുന്നോളൂ. എല്ലാവർക്കും ഒരു തക്ബീർ ചൊല്ലിയാണ് കേട്ടോ. ഇതൊന്നും പറയലില്ല. തന്നു അള്ളാഹു വെറുതെ ആക്കാതെ. ഇതെന്താണ്? അള്ളാഹു ബർക്കത്ത്. എല്ലാവർക്കും തക്ബീർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അങ്ങനെ ചൊല്ലി. ഒന്ന് അടിമമാര് നോക്കിയേ. എല്ലാവർക്കും കഷ്ടം. അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ